കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ടക്കൊലപാതകം നടന്ന വീട്ടിൽ വീട്ടുജോലിക്കാരി രേവമ്മ വളർത്തുനായ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഇരട്ടക്കൊലപാതകം നടന്നതിന് ശേഷം വളർത്തുനായയെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു വളർത്തുനായ. വീട്ടിൽ വിജയകുമാറിന്റെയും മീരയുടെയും മൃതദേഹങ്ങൾ കണ്ട ജോലിക്കാരി രേവമ്മ ആദ്യം വിവരം ചെന്ന് പറഞ്ഞത് വീടിന് സമീപം കച്ചവടം ചെയ്യുന്ന വേണുവിനോടായിരുന്നു. വേണുവാണ് പോലീസിനെ വിവരം അറിയിച്ചത്. അമിത് തന്റെ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നതെന്നും വിജയകുമാറുമായി തനിക്ക് സൗഹൃദമുണ്ടായിരുന്നതായും വേണു പറഞ്ഞു. എപ്പോഴെങ്കിലും അയാളുടെ കൂടുള്ള ആളുകളോ അല്ലെങ്കിൽ അയാൾക്ക് സുഹൃത്തുക്കളുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇടയ്ക്കാലത്ത് അവൻ്റെ ഭാര്യയാകുമ്പോൾ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണും അവനോട് ഇവിടെ വന്ന് സാധനം മേടിക്കുമായിരുന്നു. അത്രയും മാത്രമേ നമുക്കറിയാം. അമിത് എവിടെയാണ്? ഈ വീടിനകത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്? ഇടയ്ക്കകത്തല്ല, വെളിയിൽ ഒരു ഔട്ട് ഹൗസ് പോലെ ഉണ്ട്, അതിനകത്ത് താമസിക്കുന്നത്. ഏകദേശം എത്ര നാൾ അമിത് ഈ ഭാഗത്തുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു? ഒരു 4-5 മാസം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. സാധാരണ ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പുറത്തുനിന്ന് വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന ഒരിടം കൂടിയാണ്, അങ്ങനെയാണോ? സാധാരണ വരാറുണ്ടോ? എവിടെയാ ഇവരുടെ വീട്? അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അങ്ങനെ പുറത്തുനിന്ന് അധികം ആൾക്കാർ അവരുടെ വല്ല കസിൻസ് വല്ലതൊക്കെ വരുന്നല്ലാതെ വേറെ പുറത്തുനിന്നൊന്നും വരാറില്ല അവിടെ. അദ്ദേഹം ഈ താങ്കളുമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളായിരുന്നോ? കടയിലൊക്കെ വരുന്ന ആളാണ്? കടയിൽ വരുന്നതല്ല, ഞാനുമായിട്ട് പേഴ്സണലായിട്ട് നല്ല അടുപ്പായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നോട് പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇരട്ടക്കൊലപാതകം നടന്ന ദിനം അമിത് വിജയകുമാറിന്റെ വീട്ടിലേക്ക് വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും വേണു പറഞ്ഞു. അമിത് വീട്ടിലെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് കേസൊക്കെ ആയിരുന്നു, ജയിലിലൊക്കെ ആയിരുന്നു. ഈ അടുത്തിടെ എപ്പോഴെങ്കിലും അമിത് ഈ പരിസരത്ത് വന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ഞാൻ കണ്ടില്ല. കാണാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റുമല്ലോ. പ്രതി അമിത്തിനെ തൃശൂർ മാള മേലടൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തി. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഇന്നലെ ഉച്ച മുതൽ നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യായിരുന്നു. അയാൾ ഇന്റർനെറ്റ് ഉൾപ്പെടെ യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡേറ്റ കിട്ടി. രാത്രിയോടുകൂടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി. ഈ 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞതിൻ്റെയും പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണമായിരിക്കാം ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അസംഷൻ. അതുപോലെ വിജയകുമാറിൻ്റെ ഫോണുകൾ അവിടെ നിന്ന് അയാൾ എടുത്തിരുന്നു. അതെന്താണ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള അന്വേഷണം കൂടെ മുന്നോട്ട് പോകും. മുൻവൈരാഗ്യം തന്നെയാണ്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഇയാൾ 19-ാം തീയതി മുതൽ കോട്ടയത്ത് വന്ന് താമസിച്ചതിന് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇരട്ടക്കൊലപാതകം നടന്നപ്പോൾ വീട്ടിൽ വിജയകുമാറിന്റെ വിശ്വസ്തനായിരുന്ന വീട്ടുജോലിക്കാരൻ പൊൻരാജ് ഉണ്ടായിരുന്നു. പക്ഷേ കൊലപാതകങ്ങൾ നടന്നത് പൊൻരാജ് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പ്രതി അമിത് പോലീസ് പിടിയിലായെന്നറിഞ്ഞപ്പോൾ ഇരുവർക്കും ആശ്വാസം. റിപ്പോർട്ടർ കോട്ടയം.